പ്രിയപ്പെട്ട പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് സ്വാഗതം. പൊളിറ്റിക്സ് കേരള ഇപ്പോൾ ബിദിരയിലാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ മുഖാമുഖം വന്നിട്ട് കുറേ നാളുകളായി. കടുത്ത പനി, ശ്വാസം മുട്ടൽ, ചുമ, ഇതൊക്കെയായി ആരോഗ്യസ്ഥിതി ആകെ മൊത്തം താറുമാറായിരിക്കുന്ന അവസ്ഥ. എങ്കിലും വ്യത്യസ്തരായ വ്യക്തികളെ കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അവരെ പരിചയപ്പെടുത്തും. അതാണ് പൊളിറ്റിക്സ് കേരളയുടെ പ്രത്യേകത. വ്യത്യസ്തരായ വ്യക്തികളെ എക്കാലവും പരിചയപ്പെടുത്താൻ പൊളിറ്റിക്സ് കേരള ശ്രമിക്കാറുണ്ട്. അതിനൊരു വ്യക്തിയാണ് മുമ്പിലിരിക്കുന്നത്, അബ്ദുൾ വാഹിദ്. എഫ്എഫ് ക്രാഫ്റ്റ്സ് ബിസിനസിൻ്റെ തലവൻ, പ്രകൃതി സ്നേഹി, മനുഷ്യസ്നേഹി, മനുഷ്യരെ പ്രകൃതിയുമായി ഇണക്കുന്ന കണ്ണി. അംഗീകാരങ്ങൾ തേടി പോകാറില്ല വാഹിദ്. അംഗീകാരങ്ങൾ വാഹിദിന് പിന്നാലെ വരും. അതൊക്കെയാണ് വാഹിദിൻ്റെ പ്രത്യേകത. വാഹിദിൽ നിന്ന് തുടങ്ങാം ആ സംഭവ ബഹുലമായ ജീവിതത്തെപ്പറ്റി. സ്കാർപ്പ് ബിസിനസ്സിലൂടെ, അതായത് ആക്രി കച്ചവടത്തിലൂടെ തുടങ്ങിയ ജീവിതം. ആ ജീവിതം ഇന്ന് നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു വലിയ സ്ഥാപനമായി, ആ ജീവിതം സ്ഥാപനമായി വളർന്നിരിക്കുന്നു. നമസ്കാരം വാഹിദ്. നമസ്കാരം. ബിദിരയിലെത്തി നമ്മൾ. അതെ, ബിദിരയിലെത്തിയപ്പോൾ ഞാൻ ആദ്യം കണ്ടത് വാഹിദൊക്കെ. അപ്പോൾ ബിസിനസ് എങ്ങനെയാണത് തുടങ്ങിയത്? ഇത് തുടങ്ങുന്നത് 1989 ഒരു ആക്രി കച്ചവടമായിട്ട് തുടങ്ങുന്നതാണ്. അത് തുടക്കം എൻ്റെ ചേട്ടനിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ ചേട്ടനാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നമ്മൾ കൂലിപ്പണികൾക്കൊന്നും പോയിട്ടൊന്നും കാര്യമില്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബിസിനസ് ചെയ്യണം. അപ്പം ഞാൻ അതിനു മുമ്പ് ടാപ്പിങ്ങാരനായിരുന്നു. എസ്റ്റേറ്റിലൊക്കെ ടാപ്പിങ്ങിനും അങ്ങനെയൊക്കെയുള്ള വർക്കൊക്കെ ചെയ്ത് പോയപ്പോഴാണ് എൻ്റെ ചേട്ടൻ ഇങ്ങനെ ഒരു നിർദ്ദേശം തന്നത്, നമുക്കിനി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് കാര്യമില്ല, നമ്മുടെ നാട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു ജോലി. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ ഈ ആക്രി കച്ചവടം എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട പണിയാണ്. ആൾക്കാർക്കൊക്കെ ഒരു ഈർഷ്യ തോന്നുന്ന ഒരു ജോലി പോലെ തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ആക്രി കച്ചവടത്തിന് വേണ്ടി ഞാൻ വരുന്നില്ല, ഞാൻ വേറെ എന്തെങ്കിലും പണി ചെയ്തോളാം. ഇല്ല, നീ പുറത്തൊന്നും വരണ്ട, നീ ഒരു ഷോപ്പ് നമുക്ക് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ എടുത്തിട്ട് അവിടെ ഇരുന്ന് വരുന്ന സാധനം ഒന്ന് കൈകാര്യം ചെയ്താൽ മതി എന്നാണ് എൻ്റെ അടുത്ത് തുടക്കം പറഞ്ഞത്. ശരി, ഞാൻ പുറത്തൊന്നും വരത്തില്ല, വേണമെങ്കിൽ ഞാൻ ഇരിക്കാം എന്നുള്ള തുടക്കത്തിലാണ് ഞങ്ങൾ 1989 ബിദിര മാർക്കറ്റ് ജംഗ്ഷനിൽ ഒരു മാർക്കറ്റ് സ്റ്റാളിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു 500 റുപ്യയാണ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത്. ആ 500 റുപ്യ, അപ്പോൾ 500 റുപ്യ കിട്ടുന്നതിന് മുമ്പ് തന്നെ എന്നെ 2 ദിവസം ഒരു ആക്രിക്കടയിൽ ജോലിക്ക് കൊണ്ടുപോയി. അതിൽ നിന്ന് കിട്ടിയ ഒരാഴ്ചത്തെ 2 മണി ശമ്പളമാണ് ഈ 500 രൂപ. ഈ 500 രൂപയിൽ നിന്ന് നമ്മൾ അങ്ങനെ അതിന് വാടക ഡിപ്പോസിറ്റും കൊടുത്തിട്ട് മാർക്കറ്റ് സ്റ്റാളിൽ ഒരു കടയിൽ നമ്മൾ ആദ്യമായിട്ട്, അത് ഏകദേശം വലിപ്പം എന്ന് പറയുമ്പോൾ ഒരു 10x10 സ്ക്വയർ മീറ്റർ, അതായത് 100 സ്ക്വയർ മീറ്റർ സ്ഥലമേ ഉള്ളൂ. അതിലാണ് നമ്മൾ ഈ വർക്ക് ആരംഭിച്ചത്. അങ്ങനെ ഒരു കൊല്ലക്കാലം ഞങ്ങളിങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യുകയും ഒരു 1.5 കൊല്ലക്കാലം ഒരുമിച്ച് വർക്ക് ചെയ്യും. അപ്പോൾ ഒരു 6 മാസം കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പഴയ പുതിയ പാത്രക്കച്ചവടം കൂടെ ചെയ്യുന്ന രീതിയിലേക്ക് സ്റ്റാളിൽ, അന്നത്തെ മാർക്കറ്റൊക്കെ നല്ല വിപുലീകരിച്ചുള്ള മാർക്കറ്റ് ആയതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് പുതിയ സാധനങ്ങൾ കൂടി വാങ്ങി വെച്ചാൽ വിൽക്കുമെന്നുള്ള ധാരണയുടെ പുറത്ത് അപ്പോൾ ഇതിൻ്റെ മാറ്റങ്ങൾ വന്നു, ബിസിനസ്സിൽ ലാഭമുണ്ടെന്ന് തോന്നി. അപ്പോൾ പുതിയൊരു പാത്രക്കച്ചവടത്തിൻ്റെ ഒരു സിസ്റ്റം കൂടെ അതിൽ തുടങ്ങി ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ഭാഗത്തു നിന്നും ചെറിയ ഈ അനാമത്ത് ചെലവുകളൊക്കെ ഉണ്ടാകുന്ന രീതിയിലൊക്കെ വന്നപ്പോൾ ഒരു ബിസിനസ് ചെയ്ത് പുള്ളി പോയിട്ട് ഒരു 3 മാസം പുള്ളി നമ്മളെ അടുത്തോട്ട് വന്നില്ല. അപ്പോൾ ഈ 2 പത്രക്കച്ചവടം പുതിയതിൻ്റെയും ഈ ആക്രി കച്ചവടവും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് വന്നു. അപ്പോൾ ഒറ്റയ്ക്കായാലും അത് കളയാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതിനെ തുടർന്ന് ചെയ്തു. പിന്നെ പുള്ളി ഒരു 3 മാസമൊക്കെ കഴിഞ്ഞാണ് പുള്ളി പിന്നെ നാട്ടിലേക്ക് വന്നത്. ആ വരുന്ന സമയത്ത് അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ ചെറിയ സംസാര വിഷയങ്ങളൊക്കെ ആയ സമയത്ത് പുള്ളി മറ്റൊരു രാഷ്ട്രീയ പ്രമുഖരും കൂടി ഇരുന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു, വാഹിദ് പാത്രക്കച്ചവടം ചെയ്യുക, റഹീം
ആക്രി കച്ചവടം ചെയ്യുക എന്നുള്ളൊരു അതിൽ രണ്ടായി തിരിഞ്ഞു. അങ്ങനെ 91 ഞാൻ മാർക്കറ്റിൽ നിന്ന് മാറി ജംഗ്ഷനിലോട്ടൊരു കട വാടകയ്ക്ക് എടുത്ത് ഒരു ഫാൻസി കട തുടങ്ങി. 1991 ഫാൻസി കട തുടങ്ങി. അങ്ങനെ ഫാൻസി കട തുടങ്ങി മാക്സിമം ഒരു 3 കൊല്ലക്കാലം അത് നടന്നുള്ളൂ. അതിനുശേഷം അത് പൊളിഞ്ഞു പോയി. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് പൊളിഞ്ഞ് നാട് വിടേണ്ട സാഹചര്യം വന്നു. കുളത്ത് പുഴയില്ലേ? അത് നാട് വിട്ടു. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു. ഞാൻ 91 കല്യാണം കഴിച്ചു. 92 അവിടെ വെള്ളപ്പൊക്കത്തിൽ എൻ്റെ മകൾ ജനിച്ചു. അങ്ങനെ ആ കണ്ടീഷനിലായപ്പോൾ വളരെ ബുദ്ധിമുട്ടായി. 1,80,000-ഓളം രൂപയുടെ കടബാധ്യതയായി ആ കാലഘട്ടം. അങ്ങനെ അവിടെ നിന്നു നാട് വിട്ട്, ആൾക്കാരെ പറയാൻ നാട് വിട്ടു പോയി. അങ്ങനെ നാട് വിട്ടു പോയി. നേരെ സഹോദര വീട് കുളത്തൂപ്പുഴയുണ്ട്, അവിടെ പോയി എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് വെച്ചാൽ ജോലി കിട്ടിയില്ല. പിന്നെ ഞാൻ നേരെ എൻ്റെ ഒരു സഹോദരൻ, മറ്റൊരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരൻ പാലായിൽ ടാപ്പിംഗുകാരനായിരുന്നു. അങ്ങനെ നേരെ പാലായിലേക്ക് പോയി. അവിടെ പോയപ്പോൾ ഈ നമ്മുടെ വെട്ട് നിർത്തുന്ന സമയമാണ്, ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവിടെ 1-2 വീടിൻ്റെ പണിക്കൊക്കെ പോയി. അങ്ങനെ ഒരുപാട് കൂലിപ്പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് കുറച്ച് മരം വെട്ടി അങ്ങനെ തുടങ്ങി. അത് കഴിഞ്ഞു ഇവിടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. വൈഫിനെയും ആ കുഞ്ഞു കുട്ടിയും കൊണ്ട് ഞാൻ പാലായിലേക്ക് പോയി. അവിടെ പോയി 10 മാസം ജോലി ചെയ്തു. അപ്പോൾ 10 മാസം ജോലി ചെയ്തപ്പോൾ കിട്ടിയ കാശ് കൊണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു, നിന്നെ ഗൾഫിലേക്ക് അയക്കാം, നീ കരുവാ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഒരു ജോലി ഗൾഫിൽ കിട്ടുമെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് പോയി. നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ ആരും തന്നെ പൈസ തരാനില്ല. അന്ന് ഏത് ഒരു ആട് മേയ്ക്കാൻ പോകുന്ന ജോലിക്കായാലും വിസയ്ക്ക് 45,000 രൂപ കൊടുക്കണം. അപ്പോൾ ഇൻട്രസ്റ്റിന് തരാമെന്ന് പറഞ്ഞ ഒരാൾ ഒരു 20,000 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പാർട്ടിയുടെ പൈസ ഇൻട്രസ്റ്റ് മാത്രം കിട്ടിയതുകൊണ്ട് കാര്യമില്ല. മറ്റു ബന്ധുക്കളുടെ അടുത്തെല്ലാം പോയി പൈസ ചോദിച്ചു. അപ്പോൾ ഉള്ളവരുടെ ഉണ്ട്, പൈസ ഉണ്ടെന്ന് എനിക്കറിയാം. പലയിടത്തും ചോദിച്ചു, ആരും തന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫാൻസി കട ഇട്ടുന്ന കട കാലിയായി കിടക്കുകയും അത് വേറൊരു ആളിനെ നമ്മൾ ബന്ധപ്പെട്ടിട്ട് ആ ആൾ മുഖേന വീണ്ടും ആ കട ഓണറുടെ അടുത്ത് പോയി ചോദിച്ചു. ആ ആൾ അവിടെ നിന്ന് നശിച്ചു പോയതല്ലേ, അയാൾ തന്നെ അവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുക. അപ്പോൾ അതാണ് ഒരു ആക്രി കച്ചവടം തന്നെ വീണ്ടും തുടങ്ങാം. വലിയ മുതൽ മുടക്കില്ല, ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി അത് മാത്രമാണ്. അങ്ങനെ 1994 തിരിച്ചു വന്നു, ആക്രി കച്ചവടം തുടങ്ങി. ആ ഫാൻസി കട ഇട്ടുന്ന അതേ കടയിൽ തന്നെയാണ് SS സ്ക്രാപ്പ് എന്നുള്ള ഒരു, അത് പേരൊന്നും വന്നിട്ടില്ല, പേരൊക്കെ പിന്നീട് ഉണ്ടായ കാലഘട്ടങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ 94 ചെറിയ ഒരു രീതിയിൽ സൈക്കിളിൽ വീടാന്തരം പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചു. 1000 രൂപയുടെ സാധനം ആകുമ്പോൾ നേരെ ചാലി കമ്പോളത്തിൽ കൊണ്ട് കൊടുക്കുക. അങ്ങനെ വീണ്ടും കൊണ്ടുവരിക. അങ്ങനെ ഒരു ഇതിൽ പോകുമ്പോഴാണ് 1996-ലോ 97-ലോ ആ ടൈമിലാണ് കല്ലാർ നെസ്റ്റ് എന്ന് പറയുന്ന ഒരു മിനറൽ വാട്ടർ കമ്പനി അന്നവിടെ പ്രവർത്തിച്ചത്. ഗോൾഡൻ വാലി എന്നാണ് എൻ്റെ ഓർമ്മയിൽ. ആ കമ്പനിയിൽ വരുന്ന വേസ്റ്റ് മാറ്റുന്നതിന് വേണ്ടി എന്നെ നിശിത് കുമാർ എന്ന് പറയുന്ന ഒരു മാനേജർ ഉണ്ടായിരുന്നു. ആ പുള്ളി എൻ്റെ അടുത്ത് ഞാൻ അവിടെ പോകുമ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ ഇത് കാണിച്ചെന്ന് എടുക്കാൻ പറ്റുമോ, അങ്ങനെ അതിനു വേണ്ടി പരിശ്രമങ്ങൾ ഒരുപാട് നടത്തി. അപ്പോൾ അത് ആദ്യം ടെൻഡർ കൊടുത്തു, അത് പാസ്സായി വന്നപ്പോൾ അത് എടുക്കാൻ ആളില്ലാതായി. പിന്നെ പുള്ളിക്ക് ആ മാനേജർക്ക് അറിയുന്ന ഒരു രീതിയിലുള്ള ഒരു ബോംബെയിലുള്ള ഒരാളുമായി പരിചയപ്പെടുത്തി തന്നപ്പോൾ ഞാനങ്ങനെ ആ മെറ്റീരിയൽസ് എടുത്ത് ബോംബെക്ക് അയക്കും. അങ്ങനെയാണ് ഞാൻ ഈ പ്ലാസ്റ്റിക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് വരാൻ പെട്ടതും. അങ്ങനെയാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലേക്ക് ആക്രി കച്ചവടത്തിൽ വന്നതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു രീതി. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് പിന്നെ പല കാര്യങ്ങളും പല ബിസിനസ്സുകളും. അന്ന് ഞാൻ തുടങ്ങുന്ന സമയത്ത് പ്ലാസ്റ്റിക് വളരെ കുറവാണ്. വളരെ വളരെ കുറവാണ്. ഇന്ന് പ്ലാസ്റ്റിക് ഇല്ലാത്ത ലോകമില്ല. ഇന്ന് പ്ലാസ്റ്റിക് ഇല്ലാതെ ഒരു മനുഷ്യന് ഉറങ്ങാൻ കഴിയില്ല. ആഹാരം കഴിക്കാൻ പറ്റില്ല. ആ കണ്ടീഷനിലാണ്. അപ്പൊ ഇനി പ്ലാസ്റ്റിക്കിന്റെ യുഗമാണ്. അപ്പം ഇതുപോലെയുള്ള റീസൈക്ലിംഗ് യൂണിറ്റുകൾ അംഗീകാരത്തോട് പ്രവർത്തിക്കേണ്ട ഒരുപാട് സ്ഥാപനങ്ങൾ ഇനി വരാനുണ്ട്. വന്നേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മുടെ നാട് നശിച്ചു പോകും. ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം
അത് തുടങ്ങാനുള്ള പ്രേരണയായത് എന്താണ്? നിർമ്മാർജ്ജനം ഫാക്ടറിയാണല്ലോ. അതെ. അപ്പോൾ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ ഈ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ഇപ്പോൾ ആക്രി കച്ചവടമാണല്ലോ ആദ്യം ചെയ്തത്. പിന്നെ ഈ സ്ക്രാപ്പ് മേഖല, ഈ ഒരു റീസൈക്ലിംഗ് ഒരു സംവിധാനം ചെയ്യാൻ തുടങ്ങിയതിൻ്റെ കാരണം 2010 ഇമേജ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഒരു ഇമേജ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് പാലക്കാട് ഉണ്ടായിരുന്നു. അതിൽ വരുന്ന ബയോമെഡിക്കൽ വേസ്റ്റിൻ്റെ പ്ലാസ്റ്റിക് സംസ്കരിക്കുന്നതിന് വേണ്ടി ഒരു അറിവ് കിട്ടുകയും അതിലൊരു കൊട്ടേഷൻ കൊടുക്കുകയും ആ കൊട്ടേഷനിൽ അംഗീകാരം കിട്ടുകയും അങ്ങനെ ഞാനത് കോൺട്രാക്റ്റായി മാറുകയും ചെയ്തു. ആ കോൺട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫാക്ടറിയുടെ ആവശ്യമായി വന്നതിൻ്റെ പേരിൽ 2010 ഈ ഫാക്ടറി ആരംഭിച്ചു. ഈ ഒരു കാലത്ത് ആക്രി കച്ചവടം എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു അത് ഒരുപാട് തട്ടിപ്പ്. ആക്രി കച്ചവടക്കാരെന്ന് വെച്ചാൽ കള്ളന്മാര് മോട്ടിച്ചുകൊണ്ട് പോകും. ഇങ്ങനെയൊക്കെയുള്ള ഇതിലൊരു സത്യസന്ധതയുണ്ട്. അതായത് ഏത് ബിസിനസ്സിനും ഞാൻ വാഹിദ് സാറിനെ പരിചയപ്പെട്ടപ്പോൾ വാഹിദ് സാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സത്യസന്ധതയാണ്. ഇന്നലെ നമ്മൾ 3 തവണ സംസാരിച്ചു. ഈ 3 തവണയും വാഹിദ് സാറിൻ്റെ ഒരു മനസ്സ് ഞാൻ തിരിച്ചറിഞ്ഞത് സത്യസന്ധതയാണ്. കട്ട് ആൻഡ് എൻട്രി. കറക്റ്റ് അല്ലേ? അത് സാറിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സന്തോഷം. അത്ര പറയാൻ പറ്റുള്ളൂ. അതിപ്പോ ഞാൻ സത്യസന്ധതയാണെന്ന് എന്റെ കാര്യം ഞാൻ എങ്ങനെ പറയാ, സാർ തന്നെ പറയുക. അതെ, കൃത്യമായ ഇടപാടുകൾ, കൃത്യമായ വീക്ഷണം, കൃത്യമായ ചിന്താഗതി ഏതുവരെ പഠിച്ചിട്ടുണ്ട്? വിദ്യാഭ്യാസം വളരെ വളരെ താഴെയാണ്. ഞാൻ പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. വളരെ ദയനീയമായി ജീവിച്ച കുടുംബം. ആഹാരത്തിന് അത് എല്ലാ മുതലാളിമാരുടെയും കീഴിൽ ഒരു ചരിത്രം ഉണ്ടാവും. അതിപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്കൊരു മഹാന്മാരുടെയും മഹാനദികളുടെയും പിന്നാമ്പുറം തേടരുതെന്നോ. അതെ. അപ്പോൾ അതായത് എല്ലാവരുടെ ചരിത്രത്തിലും ഉണ്ട് ഒരു ദാരിദ്ര്യം ഉണ്ട്. എല്ലാ മുതലാളിമാരുടെ കീഴിലും ഉണ്ട്. ആരും പണം കൊണ്ടൊന്നുമല്ല വന്നിട്ട് ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾക്ക് വെറുതെ ചെറിയ ഒരു മനുഷ്യരാണ്, അല്ലാതെ നമ്മൾ വലിയ മനുഷ്യരൊന്നുമല്ല. നമ്മൾ വളരെ ചെറിയ 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 മനുഷ്യനാണ്. അപ്പം നമ്മളെ ദുഃഖത്തിനെന്ന് പറയുമ്പോൾ അന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പം ഈ നമ്മൾ 1980 കാലഘട്ടത്തിൽ 79 കാലഘട്ടത്തിൽ 70 ജനിച്ച ഒരാളാണ് ഞാൻ 70 ജനിച്ചതാണ്. അത് അന്നത്തെ സ്കൂളിൽ തന്നെ ചേർത്ത് എൻ്റെ മാതാപിതാക്കൾ ചേർക്കുമ്പോൾ ചിലപ്പോൾ 1-2 വയസ്സിൻ്റെ വ്യത്യാസം അങ്ങോട്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം അന്ന് ഈ യഥാർത്ഥത്തിൽ പോലും ഈ ജാതകം എഴുതലും കണക്കൊന്നും അന്നത്തെ കാലത്ത് പാവപ്പെട്ടൊരു വീട്ടിലില്ല. മനസ്സിലായില്ലേ? അപ്പോൾ റെക്കോർഡ്സ് ആയിട്ട് 1970 ജനിച്ചതായിട്ടാണ് എൻ്റെ റെക്കോർഡ്സ്. ഞാൻ 1ാം ക്ലാസ് 2ാം ക്ലാസ്സും പോയിട്ടുണ്ട്. 3ാം ക്ലാസ് വരെ സ്കൂളിൽ വിതിര ഗവൺമെൻറ് UPS സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസം ഇല്ലായ്മ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടോ? അതൊരു വലിയ വാദമാണ്. നമുക്ക് ആരുടെടുത്തും പോയി സംസാരിക്കാൻ ഭയങ്കര പേടി, അറപ്പ്, ഒരു വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഇമേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വാഹിദ് ഒരു വിദ്യാഭ്യാസ കുറവുള്ള ആളായിട്ട് ഒരിക്കലും തോന്നരുത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസമുള്ള ആളിനെയൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ബേക്കിൽ നിൽക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവർ കൊണ്ട് പ്രവർത്തിപ്പിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു തന്ന ഒരുപാട് എനിക്ക് ഒരുപാട് എൻ്റെ കൂടെ എനിക്ക് തന്ന നിർദ്ദേശങ്ങളൊക്കെ ഡോക്ടേഴ്സ്മാരാണ്. ഈ വാഹിദക്കെ പറ്റി പറയുമ്പോൾ ഞാൻ ഈ വിധത്തിൽ അന്വേഷിച്ചു. വാഹിദക്കയുടെ പിൻബലം വൈഫാണ്. അതെ, ഒന്ന് പറയാമോ ആ പ്രണയം? മനോഹരമായൊരു പ്രണയം. അതെ, ഞാൻ 1979 അല്ല 89 ഈ സ്ഥാപനം തുടങ്ങുന്നത്. അതെ. അപ്പോൾ ഈ സ്ഥാപനം തുടങ്ങുന്നതും അതിൽ നിന്ന് 500 മീറ്റർ മാറിയാണ് എൻ്റെ വൈഫിൻ്റെ വീട്. അപ്പോൾ ഞാൻ വൈഫിനെ കാണുന്നത് ഞാൻ ഈ സ്ക്രാപ്പ് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. എൻ്റെ വൈഫ് അന്ന് അവരുടെ അമ്മയൊക്കെ അവിടെ ഈ ചന്തയിൽ മാർക്കറ്റിൽ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയല്ല, അമ്മയ്ക്ക് ബെർളയുടെ എസ്റ്റേറ്റിലെ ഒരു സ്റ്റാഫാണ്. അപ്പോൾ അപ്പം മോൾ ഇവിടെയാണ് താമസിക്കാവുന്ന കുട്ടിയാണ്. ഏകദേശം ഒരു 10-17 വയസ്സിനകത്തുള്ള പ്രായമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇവിടെ താമസമാണ്. അപ്പം ഞാൻ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ആ കുട്ടിയെടുത്തൊരു ഇഷ്ടം തോന്നി. അങ്ങനെ ഒരു നിർദ്ദേശം അങ്ങോട്ട് ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നും ആ നടയിൽ കൂടെ പോവുകയല്ലേ, അപ്പോൾ സംസാരിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആ വഴിക്ക് ചോദിച്ചു.
ചോദിച്ചപ്പോൾ നമുക്ക് ഒരു 3 വർഷത്തെ പ്രേമം, 3 വർഷം പ്രേമിച്ചു. പ്രണയമൊക്കെ ആണല്ലോ എല്ലാവർക്കും അങ്ങനെ, ആ കാലഘട്ടത്തിന്റെ രീതി അങ്ങനെയാണല്ലോ. അപ്പോൾ എൻ്റെ കുടുംബക്കാർക്ക് അതൊരു ഇഷ്ടക്കുറവുണ്ടായി. അപ്പോൾ അത് ഇഷ്ടമില്ലാതെ തന്നെ വീട്ടുകാർ പോയി ഒരു ചടങ്ങൊക്കെ ചെയ്തു നോക്കിയിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള എന്തോ ഒരു ഇതുകൊണ്ട് വേണ്ടെന്ന് വെച്ചിട്ട് തിരിച്ച് ആ മോതിരമൊക്കെ മേടിച്ചുകൊണ്ട് തിരിച്ചു പോയി. അത് തിരിച്ചു പോയ സമയത്ത് കക്ഷി മാനസികമായി തകർന്നു. അപ്പോൾ എന്നെ കാണാതിരിക്കാൻ വേണ്ടി അമ്മയുടെ കൂടെ കുളച്ചിക്കര എസ്റ്റേറ്റിലേക്ക് പോയി. ആ സമയത്ത് പുള്ളിയുടെ നില വളരെ ദയനീയമായിരുന്നു. അപ്പം ഞാൻ ജംഗ്ഷനിലിരിക്കുമ്പോൾ ഞാൻ വേറൊരു കുട്ടിയെ ഇതുപോലെ ഈ നേരായസ കൊണ്ട് നടന്നു പോകുന്ന ഒരു കുട്ടിയെ ഞാൻ അമ്മയും മോളും കൂടി പോകുന്ന പല വർഷവും കണ്ടു. അപ്പം അതെൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിച്ചിട്ടുണ്ട്. അപ്പം ഇതും അതുപോലെ ആയിപ്പോയാൽ അതൊരു എന്നിലുണ്ടാകുന്ന ഒരു പാവമല്ലേ എന്ന് വിചാരിച്ച് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ അങ്ങനെ വിളിച്ചുകൊണ്ട് പോയി. ഒരു ദിവസം കട തുറക്കാൻ വേണ്ടി രാവിലെ വരുന്നു, അന്ന് എൻ്റെ ഫാൻസി കടയാണ്. കട തുറക്കാൻ വേണ്ടി വരുന്ന സമയം വിളിച്ചുകൊണ്ട് പോയി സബ് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി രജിസ്റ്റർ മാരേജ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ വരുന്നത്. അതോടുകൂടി കുടുംബത്തിൽ നിന്നും അകലം പാലിക്കേണ്ടി വന്നു. പുറത്താക്കാന്നല്ല, അവര് സഹകരിക്കുന്നില്ല ആരും. അതിനെ പുറത്താക്കാന്ന് പറയുമ്പോൾ ആർക്കും വലിയ സാമ്പത്തിക ശേഷി ഇല്ലല്ലോ. അപ്പൊ നമ്മളെ ഒരു രക്ഷപ്പെടുത്താൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി എന്തെങ്കിലും രീതിയിൽ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതിൽ നല്ല ബന്ധുക്കൾ വിചാരിക്കും. അപ്പൊ അവര് ആ ഭാഗം ചിന്തിച്ചപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന് തോന്നിയപ്പോൾ എന്നെ അകറ്റി നിർത്തി. അപ്പോൾ ഒറ്റപ്പെട്ടപ്പോൾ ജീവിക്കണമെന്നും പൊരുതി ജീവിക്കണമെന്നുള്ളൊരു മോഹം ഉണ്ടായത് കൊണ്ട് ഏത് പണിയും ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത് വന്നാണ് നമ്മുടെ സ്ക്രാപ്പിലേക്ക് തന്നെ വീണ്ടും തിരിച്ച് വന്നത്. ഈ നാട് വിട്ടു പോണ പൂച്ച വീണ്ടും തിരിച്ചു വന്നപ്പോൾ അതൊരു അപ്പം നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ നന്മകൾ ചെയ്തേ പറ്റും. അത് നമ്മളെ ഭാഗത്തു നിന്ന് ദോഷം ഉണ്ടാവരുതെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പകാലത്ത് നമുക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാവും. കൂട്ടുകാരൊക്കെ ആവശ്യമാണ്, ഇന്ന് തെറ്റല്ല ഞാൻ പറയുന്നത്. കൂട്ടുകാരൊക്കെ വരുമ്പോൾ നമുക്ക് കൂട്ടുകാർ സഹായിക്കുന്നവരുണ്ടാവും, ഇല്ലാതുണ്ട്. എൻ്റെ ഭാഗത്തുനിന്ന് എനിക്കൊരു കൂട്ടുകാരുമില്ല. പിന്നെ എനിക്ക് ജീവിക്കണമെന്ന് തോന്നിയപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തോന്നി. രാത്രി 2 മണി 3 മണി വരെയും ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരാളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് 8 മണിക്കൂറാണെങ്കിൽ ഞാൻ 24 മണിക്കൂറും ഡ്യൂട്ടി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ പേരിൽ ഈ കച്ചവടത്തിൽ ആ കാലഘട്ടത്തിൽ ആർക്കും അത്ര അറിവുണ്ടായിരുന്നില്ല. വളരെ ചുരുങ്ങിയ പേര്. അതായത് ഞാൻ നോക്കുമ്പോൾ ആക്രി കച്ചവടം എന്ന് പറയുമ്പോൾ എൻ്റെ കണക്കൂട്ടൽ ഞാൻ ചെയ്ത് തുടങ്ങുമ്പോൾ 94 മുതൽ ഈ 2010 വരെ വളരെ ചുരുങ്ങിയ ആക്രിക്കടകളാണ്. ഞാൻ തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നത് വിതിരയിലൊരു ആക്രിക്കട ഉണ്ടെങ്കിൽ പിന്നെ ഉള്ള നെടുമങ്ങാട് മാത്രമാണ്. പിന്നെ ഉള്ളത് പാങ്ങോട് ഒരെണ്ണമാണ്. അല്ലാതെ തിരുവനന്തപുരത്തല്ലാതെ വേറെ കടകളൊന്നുമില്ല. ഇന്ന് നമുക്ക് ഓരോ മുക്കുമൂലകളിലും ആക്രിക്കടകൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇതിനൊക്കെ അംഗീകാരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല. അതറിയില്ല എത്ര പേർക്ക് അംഗീകാരം ഉണ്ടെന്ന് അറിയാം. ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം അതിന് എത്ര അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഇതുവരെ? എനിക്ക് അവാർഡുകളെല്ലാം കിട്ടുന്നത് ഇമേജിൽ പോയതിന് ശേഷമാണ്. ഇമേജിൽ ഞാൻ 2010 മുതൽ 2020 വരെ ഞാൻ വർക്ക് ചെയ്തു. എനിക്ക് ഏകദേശം എനിക്ക് അവാർഡ് കിട്ടാൻ കാരണമെന്ന് വെച്ചാൽ ഒന്നാമത്തത് ഇമേജിൽ വർക്ക് ചെയ്തപ്പോൾ ഇമേജിൻ്റെ ആ ഫെസിലിറ്റി കറക്റ്റാക്കി അന്ന് ചെയ്യാൻ കഴിഞ്ഞാൽ 2011 ഇമേജ് എനിക്കൊരു അവാർഡ് തന്നു. അതാണ് ഈ മേളിലിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2014 ഒരു അവാർഡ് തന്നു. അതാണ് ഈ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് 2018 ഈ നമ്മുടെ WPS വഴി സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുത്തപ്പോൾ പാലക്കാട് ഒരു അവാർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ കണ്ടത്. WPS വഴി ആദ്യമായിട്ട് ഞാൻ
ശമ്പളം കൊടുത്തപ്പോൾ അന്നത്തെ ഒരു അതെന്താ എഴുതിക്കുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ്. ആ, അപ്പോൾ അങ്ങനെ ഒരു അവാർഡ് എനിക്ക് ഗവൺമെൻറ് നിന്ന് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കിട്ടിയിരിക്കുന്നത് അല്ലാതെ മൊമെൻറ്റുകളൊക്കെ മറ്റു പലരും തന്നിട്ടുണ്ട്. ഇപ്പം 2025 പൊല്യൂഷൻ കൺട്രോളിൻ്റെ സംസ്ഥാന ഗ്രൈൻഡർ യൂണിറ്റ് ഒരു റീസൈക്ലിംഗ് ചെയ്യുന്നെന്നുള്ള നിലയ്ക്ക് 2025 സംസ്ഥാന സെക്കൻഡ് പ്രൈസ് എനിക്ക് പൊല്യൂഷൻ കൺട്രോളിൻ്റെ അവരുടെ ഇത് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പുതുതായി ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന തലമുറയോട് എന്താണ് ഉപദേശിക്കുന്നത്? ഒരു കാരണവരെന്ന നിലയിൽ ഇത്തിരി ഗൗരവത്തിൽ ഇനി വരുന്ന ഈ പുതിയ ബിസിനസ്സിലേക്ക് ഒരുപാട് ആൾക്കാർ ഇനി വന്നേ പറ്റൂ. ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നില്ല. അതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ പ്ലാസ്റ്റിക് എന്താണെന്നും അത് എങ്ങനെ സംസ്കരിക്കണമെന്നും നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണ്. അതനുസരിച്ചൊരു വിദ്യാഭ്യാസത്തിൽ തന്നെ ഇത് കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. വീടുകൾ അത് നടക്കുന്നുണ്ട്, ഇപ്പോൾ സ്കൂളിലൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു കുറേ വർഷം 2016 ശേഷമോട്ട് കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. എന്നാലും ഈ സംരംഭത്തെക്കുറിച്ച് നമ്മൾ കുറച്ച് പഠിക്കാൻ ഇതുപോലെയുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ഇതുപോലെയുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും പോയി കണ്ട് നിന്ന് പഠിച്ചും കൊണ്ട് പുതിയ തലമുറ ഇതിലേക്ക് വരാൻ താല്പര്യപ്പെടണം. ഇതൊരു കുറഞ്ഞ പണിയാണെന്നും പറഞ്ഞ് ആരും ബാക്കി പോകരുത്. ആക്രി കച്ചവടമാണെന്ന് പറയരുത്. ആരും പോകാൻ പാടില്ല. ഏത് പണിക്കും അതിൻ്റെതായ നമ്മൾ എന്ത് പണി ചെയ്താലും നാളെ നമ്മൾ വിജയത്തിലെത്തും, ഉറപ്പാണ്. സത്യസന്ധമായി പെരുമാറണം. അതെ, ആത്മാർത്ഥത വേണം. ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത കാണിച്ചാൽ എത്ര കുറഞ്ഞ പണിയായാലും അതിനൊരു അംഗീകാരം നമുക്ക് നാളെ കിട്ടിയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ അനുഭവമാണ്. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത എനിക്ക് ഇപ്പോൾ ഒരു അവാർഡൊക്കെ തരണമെങ്കിൽ ഞാൻ ചെയ്തത് കൊണ്ടായിരിക്കുമല്ലോ, അല്ലാതെ അവർ വന്ന് കണ്ട് ബോധ്യം വന്നിട്ട് ചെയ്ത കാര്യങ്ങളാണ്. അല്ലാതെ ഞാൻ ഒരു കാര്യം എന്നെ അറിയില്ല, കാരണം എനിക്ക് പോയി പറയാൻ അറിയില്ല. എനിക്കൊരു അവാർഡ് തരണമെന്ന് പറയാൻ അറിയില്ല, കാരണം എനിക്ക് അതിനുള്ള അറിവില്ല, വിദ്യാഭ്യാസം ഇല്ല. അപ്പം എന്നാൽ പോലും നമ്മൾ ചെയ്യുന്നത് അടുക്കും ചിട്ടയും വൃത്തിയും ഉണ്ടെങ്കിൽ കാണുന്ന ആയിരക്കണക്കിന് ആൾക്കാർ കാണുമ്പോൾ അതിൽ ഒരാളെങ്കിലും നമുക്ക് വേണ്ടി പ്രോത്സാഹിക്കാൻ മുമ്പോട്ട് വരും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് പറയാനുള്ളത് അബ്ദുൾ വാഹിദിന്. അബ്ദുൾ വാഹിദിൻ്റെ ജീവിതം ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. മഹാഭാരതം പോലെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ജീവിതം. ആ ജീവിതത്തെ ഒരു ചിപ്പിക്കുള്ളിലാക്കുകയാണ് പൊളിറ്റിക്സ് കേരള ചെയ്തത്. ഒരുപാട് അഭിമാനമുണ്ട് ഈ മനുഷ്യനെ, ഈ പച്ചയായ മനുഷ്യന് എൻ്റെ പ്രേക്ഷകർക്ക് എനിക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പനിയും ശ്വാസം മുട്ടലും ചുമയും ഒക്കെ ആയി ആരോഗ്യം താറുമാറായിരിക്കുന്ന സന്ദർഭത്തിലും ഞാനിവിടെ ഓടിയെത്തി നിങ്ങൾക്ക് മുമ്പിൽ മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം നേരിട്ട് വന്നത് ഈ മനുഷ്യനെ പരിചയപ്പെടുത്താനാണ്.